അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇറാന്റെ ഇന്റലിജൻസും ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് സംഘവുമെല്ലാം ഒരു മലയാളിയുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. അതെ, ലബനൻ പേജർ സ്ഫോടനത്തിലെ മലയാളി ബന്ധം പുറത്തായതോടെ ഇറാന്റെ ചാരക്കണ്ണുകൾ ഇങ്ങ് കേരളത്തിലും. റിൻസന്റെ ജാതകം വരെ ചികഞ്ഞ് ഇറാൻ ഇന്റലിജൻസ് കട്ടായം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. റിൻസനെ മാത്രമല്ല, കുടുംബത്തെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ. റിൻസൺ ജോസിനെ കുറിച്ച് കേരള പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് റിൻസന്റെ വയനാട്ടിലെ വീട്ടിലെത്തി വിവരശേഖരണം നടത്തി. മാനന്തവാടിയിലാണ് റിൻസന്റെ വീട്. കുറച്ചുകാലം മുൻപും റിൻസനും ഭാര്യയും മകനും നാട്ടിൽ വന്നുപോയിരുന്നു. ലബനൻ പേജർ വിവാദം അങ്ങനെ മാനന്തവാടിയെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കമ്പനിക്ക് നേരെ അന്വേഷണം തുടങ്ങിയെന്ന വാർത്ത മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന് റിൻസന്റെ അമ്മാവൻ തങ്കച്ചൻ പ്രതികരിച്ചു. അവൻ തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല, ചതിക്കപ്പെട്ടെന്ന് സംശയിക്കുന്നതായും ഇയാൾ പ്രതികരിച്ചിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് മുൻപാണ് റിൻസൺ ആദ്യമായി നോർവേയിലേക്ക് പോകുന്നത്. കഴിഞ്ഞ നവംബറിൽ നാട്ടിലെത്തിയിരുന്നു. ഈ വർഷം ജനുവരിയിൽ തിരിച്ചു പോകുകയും ചെയ്തിരുന്നു. 3 ദിവസം മുൻപ് വിളിച്ചപ്പോഴും പ്രശ്നങ്ങളൊന്നും ഉള്ളതായി പറഞ്ഞിരുന്നില്ല. ഭാര്യയുമൊത്താണ് അവിടെ താമസിക്കുന്നത്. പിന്നീട് ഇരുവരെയും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നും തങ്കച്ചൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഡിഗ്രി ഉൾപ്പെടെ മാനന്തവാടിയിലാണ് റിൻസൺ പഠിച്ചത്. പിന്നീട് MBA പഠനത്തിനായി ബംഗളൂരുവിലേക്ക് പോയി. 2015 നോർവേയിലേക്ക് പോകുന്നത്. നിലവിൽ നോർവേ പൗരനാണ് റിൻസൺ. മാനന്തവാടിയിലെ തറവാട് വീടിന് അടുത്തുള്ളവർക്കും റിൻസനെ കുറിച്ച് നല്ല മതിപ്പാണ് ഉള്ളത്. ശരിക്കും റിൻസനെ ചുറ്റിപ്പറ്റി നടന്നത് എന്താണ്? ഈ കമ്പനിയുമായും ഈ പേജർ നിർമ്മാണവുമായും എന്താണ് റിൻസന്റെ ബന്ധം? മൊസാദുമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം റിൻസൺ ഉണ്ടോ? തുടങ്ങിയ വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇറാനും ഹിസ്ബുള്ളയും ഒക്കെ കരുതുന്നത് റിൻസൺ മൊസാദിന്റെ ഏജന്റ് ആണെന്നാണ്. റിൻസൺ ജോസിന്റെ കമ്പനിക്കെതിരെ ബൾഗേറിയ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദാണ് പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചതെന്നാണ് ഹിസ്ബുള്ളയുടെ ആരോപണം. ഇതിലേക്ക് റിൻസന്റെ കമ്പനി എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. റിൻസനെ കുറിച്ചുള്ള വിവരങ്ങൾ തേടുകയാണ് ഇറാനും ഹിസ്ബുള്ള സംഘങ്ങളുമൊക്കെ. റിൻസന് മൊസാദുമായി ബന്ധമുണ്ടോ എന്നുള്ള തരത്തിലേക്ക് വരെ ചർച്ചകൾ ഇപ്പോൾ വഴിമാറിയിട്ടുണ്ട്. ഒരാളെ കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ല പേജറുകൾ, വോക്കി ടോക്കികൾ തുടങ്ങി ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ സ്ഫോടക വസ്തു നിറയ്ക്കുക എന്നുള്ളത്. അതും 10,000 പേജറുകൾ, അതുപോലെ തന്നെ വോക്കി ടോക്കികൾ. ഇതിലെല്ലാം തന്നെ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് എങ്ങനെ ഇത്രത്തോളം സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാൻ കഴിയും? അതിന് പിന്നിൽ ഒരു വലിയ തലയുണ്ട്. ആ തല മൊസാദ് തന്നെയാണെന്ന് ആവർത്തിക്കുകയാണ് ഇറാൻ. മൊസാദുമായി റിൻസന്റെ ബന്ധമാണ് ഇപ്പോൾ ഇറാൻ സംഘം ചികഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോർവേയിലെ DN മീഡിയ എന്ന മറ്റൊരു കമ്പനിയിലെ ജീവനക്കാരൻ കൂടിയാണ് റിൻസൺ. UK-യിൽ ജോലി ചെയ്ത ശേഷമാണ് റിൻസൺ കുറച്ച് വർഷം മുൻപാണ് നോർവേയിലേക്ക് താമസം മാറുന്നത്. നോർട്ട ഗ്ലോബൽ 2022 ഏപ്രിലിലാണ് സ്ഥാപിതമായത്. ബൾഗേറിയയിലെ സോഫിയ ആസ്ഥാനമായാണ് ഷെൽ കമ്പനിയുടെ പ്രവർത്തനം. റിൻസന്റെ കമ്പനിയിൽ ജീവനക്കാരില്ലെന്നും റെസിഡൻഷ്യൽ വിലാസത്തിലാണ് കമ്പനി പ്രവർത്തിക്കുന്നതെന്നുമാണ് വിവരങ്ങൾ. പേജർ സ്ഫോടനമുണ്ടായ ദിവസം മുതൽ റിൻസനെ കാണാനില്ല. ഇതാണ് സംശയങ്ങളുടെ ആക്കം കൂട്ടുന്നത്. പേജർ സ്ഫോടനത്തെക്കുറിച്ച് റിൻസന് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്ന് അടുത്ത സുഹൃത്തുക്കൾ പറയുമ്പോഴും എന്നാൽ എന്തിനാണ് ഒളിവിൽ പോയതെന്ന മറ്റൊരു ചോദ്യവും ശക്തമാകുകയാണ്. ഡിജിറ്റൽ മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ് റിൻസൺ എന്ന് ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ പറയുന്നുണ്ട്. കമ്പനി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ 200 കമ്പനികൾക്ക് ഓഫീസ് ഉണ്ടായിരുന്നുവെന്നും സ്ഫോടനത്തിന് ശേഷം നോർട്ടയുടെ വെബ്സൈറ്റും ഇല്ലാതായി എന്നാണ് റിപ്പോർട്ടുകൾ. റിൻസൺ പേജറുകൾ വിതരണം ചെയ്തത് DAC എന്ന ഹംഗറി ആസ്ഥാനമായ കമ്പനി വഴിയാണ്. ഈ കമ്പനിക്ക് റിൻസണിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി $1.6 മില്യൺ കൈമാറിയെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. പേജറുകൾ കൈമാറിയത് റിൻസൺ ആണോ, ഇതിനാരെയാണ് ചുമതലപ്പെടുത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. റിൻസൺ ജോസിന്റെ പങ്കിനെക്കുറിച്ച് നോർവേ പോലീസ് അന്വേഷണം തുടങ്ങി എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സ്ഫോടനത്തിന് ഉപയോഗിച്ച പേജറുകൾ വാങ്ങാൻ ഇസ്രയേലിനെ സഹായിച്ചതിൽ റിൻസന്റെ പങ്കാണ് അന്വേഷിക്കുന്നത്. മലയാളിയിലേക്ക് അന്വേഷണം നീളുന്നുവെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്.
റിൻസൺ ജോസിനെ കുറിച്ചുള്ള വിവരങ്ങൾ യൂറോപ്യൻ അന്വേഷണ ഏജൻസികൾ ഇന്ത്യക്കും കൈമാറിയിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കൾ പേജറിലേക്ക് എവിടെ നിന്ന് നിറച്ചതെന്നടക്കം ഇപ്പോഴും അജ്ഞാതമാണ്. ഇത് മാത്രമല്ല, റിൻസന്റെ പേരിനോടൊപ്പം തന്നെ മറ്റൊരു പേരും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. ലോകമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ക്രിസ്ത്യാന ബാർസോണി ആർസി ഡയോഗോണ. ശരിക്കും ആരാണ് ഈ സുന്ദരി എന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. ലെബനനിൽ സ്ഫോടനം നടത്താൻ ഉപയോഗിച്ച പേജറുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഈ പേര് പുറത്തുവരുന്നത്. പേജറുകൾ നിർമ്മിക്കാൻ കരാർ ലഭിച്ച ഗോൾഡ് അപ്പോളോ എന്ന സ്ഥാപനം തങ്ങളല്ല പേജറുകൾ നിർമ്മിച്ചതെന്നും ഹംഗറി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന BAC കൺസൾട്ടിംഗ് എന്ന സ്ഥാപനത്തിനാണ് ഉപകരാർ നൽകിയതെന്നും വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് BACയുടെ CEO ആയ ക്രിസ്ത്യാന ബാർസോണി ആർസി ഡയോഗോണ എന്ന പേര് ലോകം അറിയുന്നത്. എന്നാൽ ഇവരെ ചൂഴ്ന്നു നിൽക്കുന്ന ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയാണ്. അതിസുന്ദരിയായ ഈ 40-കാരി മൊസാദിന്റെ ഏജന്റ് ആണോ എന്നാണ് പലരും ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നത്. പ്രശസ്തമായ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ് ക്രിസ്ത്യാന വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എന്നാണ് അവരുടെ കമ്പനിയുടെ രേഖകളിലെല്ലാം കാണുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വിവരം ഞെട്ടിപ്പിക്കുന്നതാണ്. ക്രിസ്ത്യാന തങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചിട്ടില്ല എന്നാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർന്നില്ല, താൻ ഡോക്ടറേറ്റ് എടുത്തെന്ന് ക്രിസ്ത്യാന അവകാശപ്പെടുന്ന യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനും ഇങ്ങനെ ഒരാൾക്ക് തങ്ങൾ ഡോക്ടറേറ്റ് നൽകിയിട്ടില്ല എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടുകൂടി ഈ ചാരസുന്ദരിയുടെ പേരും ഇപ്പോൾ ചർച്ചകളിലേക്ക് വരികയാണ്. ഈ ചാരസുന്ദരിയും റിൻസണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? റിൻസന്റെ ഈ കമ്പനിയുമായി എന്താണ് മറ്റിടപാടുകൾ നടന്നിട്ടുള്ളത്? ഇത് മാത്രമല്ല, BAC എന്ന കമ്പനിയുമായും റിൻസന്റെ കമ്പനിക്ക് എന്താണ് ബന്ധം തുടങ്ങി വലിയ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ശക്തമാകുന്നത്. എന്തായാലും ലബനനിൽ നടന്നിരിക്കുന്ന പേജർ ആക്രമണം ഇങ്ങ് കേരളത്തിൽ വരെ അതിന്റെ പ്രകമ്പനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത. ഇതിന്റെ എല്ലാം ചുരുളഴിയണമെങ്കിൽ മൊസാദ് തന്നെ വാ തുറക്കണം. എന്നാൽ മൊസാദ് വാ തുറക്കില്ല. തങ്ങളാണ് അത് ചെയ്തതെന്ന് ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ എല്ലാം ക്ലീനാക്കി മടങ്ങി വരുന്ന ചരിത്രമാണ് എല്ലാ കാലത്തും മൊസാദിനുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.